കേരള മനസാക്ഷിയെ അങ്ങേയറ്റം നടുക്കിയ ഒന്നായിരുന്നു ദീപക് എന്ന യുവാവിന്റെ ആത്മഹത്യ എന്നുള്ളത്. കേവലം ഒരു മരണമായി ഇതിനെ കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ നിന്ന് മാരകായുധം ഉപയോഗിച്ച് ഒരാളുടെ അന്തസ്സിനെ പരസ്യമായി വിചാരണ ചെയ്തപ്പോൾ ആ ആത്മവിശ്വാസത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയ ഒരു പാവം യുവാവിന്റെ നിലവിളിയുണ്ട് ഈ മരണത്തിന് പിന്നിൽ എന്ന് കൂടി നാം ഇവിടെ മനസ്സിലാക്കണം. ഈ കേസിൽ ഇപ്പോൾ പ്രതിയായ ഷിംജിത മുസ്തഫയുടെ ജയിൽവാസം നീളാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഷിംജിതയ്ക്ക് കോടതി ജാമ്യം നിഷേധിക്കുന്നത്? എന്തുകൊണ്ടാണ് പോലീസ് റിപ്പോർട്ടുകൾ ഇവർക്കെതിരെ ഇത്ര ശക്തമാകുന്നു എന്നുള്ളതും നമുക്ക് പരിശോധിക്കാം. നോക്കൂ, പ്രതിയായ ഷിംജിത മുസ്തഫ ഒരു സാധാരണക്കാരിയല്ല. അവർ ഒരു ബിരുദാനന്തര ബിരുദധാരിയാണ്. മുൻ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്ത വ്യക്തി കൂടിയാണ്. ഇതിലൊക്കെ ഉപരിയായി മലപ്പുറം അരീക്കോട് പഞ്ചായത്തിലെ മുൻ വാർഡ് മെമ്പർ കൂടിയായിരുന്നവരാണ് അവർ. അതായത് സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ ഇരുന്നിട്ടുള്ള നിയമത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് വ്യക്തമായ അറിയാവുന്ന ഒരാളാണ് അവർ. തൻ്റെ ഓരോ പ്രവൃത്തിയും സമൂഹത്തിൽ എന്ത് തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കൃത്യമായി ബോധ്യമുള്ള അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് അവർ. ഇത് തന്നെയാണ് ഷിംജി എന്ന പോലീസ് കോടതി സമർപ്പിച്ച റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുമുണ്ട്. ഒരു വ്യക്തിയെ സമൂഹ മാധ്യമങ്ങളുടെ പരസ്യമായി അപമാനിക്കുന്നതും അയാളെ ഒരു കുറ്റവാളിയായി ചിത്രീകരിക്കുന്നതും അയാളെ മാനസികമായി തകർക്കുമെന്നും അത് ആത്മഹത്യയിലേക്ക് നയിച്ചേക്കുമെന്നുള്ള സാമാന്യ ബോധ്യം പോലുമില്ല ഷിംജിത കാണിച്ചില്ല എന്നുള്ളതാണ് അങ്ങേയറ്റം ഗൗരവകരമായ കാര്യം. ഒന്ന്, ഇവിടെ ഈ സാമാന്യ ബോധ്യം പോലും ഷിംജിതയ്ക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് അങ്ങേയറ്റം ഗൗരവകരമായ കാര്യം. ഇത്തരത്തിലൊരു നിയമപരമായ അവബോധമുള്ള ഒരാൾ തനിക്കൊരു പരാതി ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് പോലീസിനെ സമീപിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഷിംജിത ചെയ്തത് അതല്ല, മറിച്ച് അവർ നിയമത്തെ സ്വന്തമായി കയ്യിലെടുത്തു. ദീപകിനെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന 7ഓളം ദൃശ്യങ്ങളാണ് അവർ തൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ വഴി നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത് ദീപകിനെ വലിയ തോതിലുള്ള സൈബർ ആക്രമണത്തിന് ഇരയാക്കുകയും ചെയ്തു. ഒന്ന് ആലോചിക്കണം, ഇവിടെ ആദ്യ ഷിംജിത മുസ്തഫ പുറത്തുവിടുന്ന വീഡിയോ എന്ന് പറയുന്നത് ഏതാണ്ട് 5000-ഓളം ആൾക്കാർ മാത്രം കണ്ടൊരു വീഡിയോ ആയിരുന്നു. എന്നാൽ അവർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും തുടർന്ന് അതിനുശേഷം അവർ ചെയ്തത് അതിനെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ വീഡിയോ കൂടി പുറത്തുവിടുകയാണ് ചെയ്തത്. അതിലവർ കൃത്യമായി പറയുന്നുണ്ട്, ഇത് ദീപകിന്റെ വീട്ടുകാർ കാണണം, ഇത് ദീപകിന്റെ കൂട്ടുകാർ കാണണം, ഇത് ദീപകിന്റെ കുടുംബക്കാർ കാണണം. അവർ ഇത് മനസ്സിലാക്കണം, ഇയാളൊരു മോശം വ്യക്തിയാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം, ഇയാളുടെ യഥാർത്ഥ മുഖം ജനങ്ങൾ അറിയണം എന്ന തരത്തിലൊക്കെ വലിയ തരത്തിൽ വിശദീകരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്ന വീഡിയോ ആണ് പിന്നീട് അവർ പുറത്തുവിട്ടത്. വലിയ തരത്തിലുള്ള സൈബർ ആക്രമണമാണ് അതിനെതിരെ ഉണ്ടായത്. ഒരാളെ തെരുവിലിട്ട് തല്ലുന്നതിനേക്കാൾ ക്രൂരമായി അയാളുടെ ഡിജിറ്റൽ ലോകത്ത് വിചാരണ ചെയ്യുക എന്നുള്ളതാണ് അവർ അവിടെ ചെയ്തത്. ദീപകിന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഇത് എത്രത്തോളം ബാധിച്ചിരിക്കുമെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതാണ്. സൈബർ വിചാരണയുടെ ആഘാതം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ പ്രവൃത്തികൾ ചെയ്തതെന്നാണ് പോലീസിന്റെ കണ്ടെത്തലെല്ലാം ഉണ്ടാകുന്നത്. ഇവിടെ നാം ആലോചിക്കണം, ഒരു സ്ത്രീ കൃത്യമായി സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ട്രെൻഡിങ് ആവാം, സോഷ്യൽ മീഡിയയിൽ എങ്ങനെ വൈറലാക്കാം, സോഷ്യൽ മീഡിയയിൽ തനിക്ക് എങ്ങനെ റീച്ച് ഉണ്ടാക്കാം എന്നതിന് വേണ്ടിയിട്ട് പാവപ്പെട്ട ഒരാളെ കൊന്നു എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള FIR-ൽ പറയുന്നത്, ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. ഇതിലിപ്പോഴാ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു, വലിയ തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഷിംജിത മുസ്തഫ എന്ന സ്ത്രീ ഇനി ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ ഇനിയും നാളുകൾ എടുക്കുമെന്നുള്ള സുപ്രധാന വിവരങ്ങളും ഇപ്പോഴാ പുറത്തുകൊണ്ടിരിക്കുന്നു. നോക്കൂ, ഇവിടെ നാം എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു ബിരുദാനന്തര ബിരുദധാരിയായ യുവതി, ഒപ്പം തന്നെ വാർഡ് മെമ്പർ ആയിരുന്നവർ, അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നവരാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിച്ച് ചീന്താൻ വേണ്ടി ഇട്ടുകൊടുത്തതെന്ന് കൂടി നാം ഇവിടെ ആലോചിക്കണം. പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ കേട്ടാൽ ആരും അന്തം വിട്ടുപോകുന്ന സാഹചര്യമാണുള്ളത്. ഷിംജിത ആരോപിച്ചത് ബസ്സിൽ വെച്ച് ദീപക് തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ്. എന്നാൽ പോലീസ് ആ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ ശാസ്ത്രീയമായി പരിശോധിക്കുകയും അവിടെയാണ് ഷിംജിതയുടെ കള്ളങ്ങൾ ഓരോന്നായി പൊളിഞ്ഞു വീഴുന്ന സാഹചര്യവും ഉണ്ടായത്. ആ ദൃശ്യങ്ങളിൽ ദീപക് ഷിംജിതയെ ഉപദ്രവിക്കുന്നതോ അസ്വാഭാവികമായി പെരുമാറുന്നതോ ആയ യാതൊരു തെളിവുകളുമില്ല എന്ന് മാത്രമല്ല, ദീപക് ഷിംജിതയെ ഉപദ്രവിക്കുന്നത് പോട്ടെ, ഷിംജിത ആദ്യം പറയുന്നത് തൻ്റെ അടുത്ത് നിന്ന ഒരു യുവതിക്ക് ദീപക്കിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി, അത് അവരുടെ സ്വഭാവത്തിൽ അല്ല അവരുടെ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ദൃശ്യങ്ങൾ എടുത്തത്, അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു സംഭവവും ആ ബസ്സിൽ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ യാതൊരു ദൃശ്യങ്ങളും ആ CCTV ക്ലിപ്പിംഗ്സിൽ ഇല്ല എന്ന് മാത്രമല്ല, ആ ബസ്സിലെ ജീവനക്കാർ അടക്കമുള്ളവർ പറയുന്നു അങ്ങനെ ഒരു വിഷയമേ അവിടെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല, അവിടെ ഏതൊരാളും ഞങ്ങളോട് പോലും പരാതി പറഞ്ഞിട്ടില്ല, നോർമലായ ആൾക്കാരുകൾ വന്നു കയറുന്നു, നോർമലായ ആൾക്കാർ ഇറങ്ങിപ്പോകുന്നു, ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്, അല്ലാതെ യാതൊരാളും ഇതുവരെയും ഒരു പരാതിയും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങ് അവിടെയാണ് ഷിംജിത മുസ്തഫയുടെ കള്ളങ്ങൾ ഓരോന്നായി പൊളിഞ്ഞു വീഴുന്നത്. ഇരുവരും സാധാരണ നിലയിൽ ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതോടെയാണ് ദൃശ്യങ്ങൾ വ്യക്തമാകുന്നതല്ല. ബസ് ജീവനക്കാരുടെ മൊഴിയും ദീപകിന് അനുകൂലം തന്നെയാണ്. ദീപകിന്റെ ഭാഗത്തു നിന്നുള്ള യാതൊരു വിധത്തിലുള്ള മോശം പെരുമാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. ബസ്സിലെ യാത്രക്കാരും ഷിംജിതയുടെ വാദങ്ങളെ തള്ളിക്കളയുക കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയധികം തെളിവുകൾ എതിരായിട്ടും ഷിംജിതയ്ക്ക് ഇപ്പോഴും തന്റെ കള്ളവാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് വിചിത്രമായ കാര്യമെന്ന് കൂടി ഇവിടെ മനസ്സിലാക്കണം. ഇതിനിടെയാണ് ഇപ്പോഴാ വീണ്ടും ഷിംജിതയ്ക്ക് തിരിച്ചടിയായി മറ്റൊരു പരാതി കൂടി കണ്ണൂർ പോലീസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഷിംജിത വീഡിയോ ചിത്രീകരിച്ച അതേ ബസ്സിലുണ്ടായിരുന്ന മറ്റൊരു കുട്ടിയാണ്
പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ മുഖം കൂടി ഉൾപ്പെടുത്തി വീഡിയോ ചിത്രീകരിക്കുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതും തങ്ങളുടെ സ്വകാര്യത ലംഘനമാണെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, തൻ്റെ മാനം രക്ഷിക്കാനെന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത ഷിംജിത മറ്റൊരു പെൺകുട്ടിയുടെ അന്തസ്സിനെയാണ് അവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഈ പുതിയ പരാതി കൂടി വരുന്നതോടെ ഷിംജിതയുടെ ജാമ്യ സാധ്യതകൾ പാടെ ഇല്ലാതാവുക കൂടിയാണ്. നാം ഒന്ന് ആലോചിക്കണം. ഇവിടെ നോക്കൂ, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തനിക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന് ഷിംജിത കാണിക്കാനായി എടുത്ത വീഡിയോയിൽ മറ്റൊരു പെൺകുട്ടിക്ക് മോശം അനുഭവം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയെ മോശമായി ചിത്രീകരിക്കുന്നു. ആ പെൺകുട്ടി പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ സ്വകാര്യതയെ പോലും ലംഘിക്കുകയാണെന്നുള്ള പരാതിയുമാണ് ആ വിയോധി രംഗത്ത് വന്നിരിക്കുന്നത്, ആ പെൺകുട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. ഇവിടെ നാം ആലോചിക്കണം, ഒരാൾ തനിക്കെതിരെ അബ്യൂസ് ഉണ്ടായി എന്ന് പറഞ്ഞ് എടുത്ത വ്യാജ വീഡിയോയിൽ മറ്റൊരു പെൺകുട്ടിക്ക് മോശം അനുഭവം ഉണ്ടാകുന്നു, മറ്റൊരു പെൺകുട്ടിയുടെ സ്വകാര്യത ലംഘിക്കപ്പെടുന്നു. ഇതിൽ ആര് മറുപടി പറയുമെന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു. ഇതിൽ ഷിംജിത ഉറപ്പായും കുടുങ്ങുമെന്നുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു. ഇവിടെ ഈ വിഷയം കൂടി വന്നതോടെയാണ് ഷിംജിതയുടെ ജാമ്യ സാധ്യതകളെല്ലാം പാടെ ഇല്ലാതാകുന്നത്. ഈ പെൺകുട്ടിയുടെ പരാതിയുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് ദീപകിന്റെ ബന്ധു സനീഷ് വിവരാവകാശ അപേക്ഷ നൽകിയിട്ടുമുണ്ട്. ഈ കേസിലെ ഓരോ നീക്കവും ഇപ്പോൾ ഷിംജിതയ്ക്ക് എതിരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ദീപക് നേരിട്ട ആ മാനസിക പീഡനം എത്രത്തോളമായിരിക്കും എന്നുള്ളത്. ഓരോ സോഷ്യൽ മീഡിയയിൽ വന്ന് നമ്മളെക്കുറിച്ച് പച്ചക്കള്ളം പറയുമ്പോൾ, അല്ലെങ്കിൽ ഓരോരോ ആൾക്കാർ വന്ന് പച്ചക്കള്ളം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ വന്ന് പച്ചക്കള്ളം പറയുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അത് കാണുകയും ചീത്ത വിളിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു മനുഷ്യൻ തകർന്നു പോകാത്തതല്ലേ, അല്ലെങ്കിൽ തകർന്നു പോകുന്നതല്ലേ? ഷിംജിതയുടെ ഈ വീഡിയോയിൽ കണ്ടിട്ട് ദീപക്കിനെതിരെ സൈബർ ആക്രമണം നടത്തിയവർ ഇപ്പോൾ എവിടെയാണ്? ദീപകിന്റെ മൊബൈൽ ഫോൺ ഇപ്പോൾ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുമുണ്ട്. സൈബർ ആക്രമണത്തിന് പുറമെ ഷിംജിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിന്നോ നേരിട്ടുള്ള ഭീഷണികൾ ദീപകിന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. സൈബർ വിചാരണയുടെ മറവിൽ മറ്റെന്തെങ്കിലും താല്പര്യ കാര്യങ്ങൾ അല്ലെങ്കിൽ താല്പര്യങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യവും അന്വേഷണ പരിധിയിൽ ഉണ്ടാകുന്നുണ്ട്. ഷിംജിയുടെ ഫോണിലെ വിവരങ്ങളും ഡിലീറ്റ് ചെയ്ത വീഡിയോകളിൽ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളുമാണ് സൈബർ വിങ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നടപടികളെല്ലാം ആരംഭിച്ചിട്ടുമുണ്ട്. പ്രതിയുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകളും അതുപോലെ തന്നെ മുൻകാല പ്രവർത്തനങ്ങളും വിശദമായി പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം നടക്കുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം, ഒരാളൊരു വീഡിയോ ഇട്ടാൽ, ഒരാളൊരു സംഭവം നടന്നില്ല, അതിന് ശരിയോ തെറ്റോ എന്ന് പോലും നോക്കാതെ സൈബർ ആക്രമണം നടക്കുന്ന കുറേ വെട്ടുക്കിളി കൂട്ടങ്ങൾ തന്നെ നമുക്ക് ചുറ്റുമുണ്ട്. ഇവർ എന്തൊക്കെയാണ് നടത്തുന്നത്, ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും ഒരു പക്ഷേ ആർക്കും പറയാൻ പറ്റില്ല. നോക്കൂ, ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ദീപക് മരിച്ചില്ലായിരുന്നുവെങ്കിൽ, ദീപക് ആത്മഹത്യ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ നിമിഷം വരെയും ദീപകിനെതിരെ തെറിവിളിയുടെ കൂമ്പാരമായിരുന്നേനെ, അല്ലെങ്കിൽ തെറിവിളിയുടെ പൂരപ്പറമ്പായിരുന്നേനെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുക. അവൻ പെർവർട്ടാണ്, അവൻ മറ്റതാണ്, അവൻ അല്ലത് ഇങ്ങനത്തെ ഉള്ളവനാണെന്നുള്ള തരത്തിലുള്ള വലിയ തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായേനെ, വലിയ തരത്തിൽ മറ്റുള്ള ബ്ലോഗർമാർ എടുത്തിട്ട് അലക്കിയേനെ, അങ്ങനെ പലതും ഉണ്ടായേനെ. ഒരു പക്ഷേ ദീപക് മരിച്ചതുകൊണ്ട് മാത്രമാണ് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാനിനി മരിക്കണം എന്നുള്ള തോന്നൽ ഉണ്ടായത് കൊണ്ടായിരിക്കാം ദീപക് ആത്മഹത്യയിലേക്ക് പോയത്. അതുകൊണ്ടാണ് ഈ വിഷയം ഇത്ര വിവാദമാകുന്നതും ഷിംജിത മുസ്തഫ എന്ന താത്ത ജയിലിലാകുന്നതും. ഷിൻഡയുടെ സഹോദരൻ നേരത്തെ തന്നെ പയ്യന്നൂർ പോലീസിൽ ഇമെയിൽ വഴി നൽകിയ ഒരു പരാതിയും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. ബസ് യാത്രക്കിടയിൽ ഒരാൾ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചു എന്ന് പറയുന്ന പരാതിയിൽ ആരുടെ പേര് പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ദുരൂഹത ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. ഇത് ആസൂത്രിതമായി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇത് പരാതി സ്വീകരിച്ചിട്ട്, അല്ലെങ്കിൽ പരാതിയിൽ കേസൊന്നും എടുത്തിട്ടില്ല. നിയമപരമായ അവബോധമുള്ള ഒരാൾ തന്നെ, അല്ലെങ്കിൽ ഒരാളെന്ന നിലയിൽ പരാതി ഉണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് നിയമത്തെ കയ്യിലെടുക്കുന്നതിന് തുല്യം തന്നെയാണ്. നിലവിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട ഷിംജിയുടെ ജാമ്യാപേക്ഷ കുന്ദമംഗലം കോടതി പരിഗണിക്കുമ്പോൾ തന്നെ പോലീസ് ഈ റിപ്പോർട്ടുകളെല്ലാം ശക്തമായ തെളിവുകളായി നിരത്തുകയും ചെയ്യും. നാം ഒന്ന് ആലോചിക്കണം, ഇവിടെ ഷിംജിത അറസ്റ്റിലാകുന്നത് വരെ പരാതി നൽകാതിരുന്നവർ, അല്ലെങ്കിൽ ഷിംജിത ഈ വിഷയം നടക്കുമ്പോൾ ഒരിടത്തും പരാതി പറഞ്ഞിട്ടില്ല, പരാതി കൊടുത്തിട്ടില്ല, ആരോടും പരാതി അറിയിച്ചിട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഷിംജിതയ്ക്കെതിരെ പരാതി വരുമ്പോൾ, ഷിംജിത അറസ്റ്റിലാകുമ്പോൾ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ഷിംജിത പരാതി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഷിംജിയുടെ സഹോദരൻ പരാതി കൊടുക്കുന്നു. തൻ്റെ സഹോദരിക്ക് ബസ്സിൽ വെച്ച് മോശം അനുഭവം ഉണ്ടായി എന്ന് പറയുന്നു. എന്നാൽ അത് ദീപകിന്റെ പേര് പറഞ്ഞിട്ടുമില്ല. പക്ഷേ അവർ ദൃശ്യങ്ങളിൽ പറയുന്ന എന്താണ്, ദീപക് തന്നോട് മോശമായി ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളത് പറയുന്നു. എന്നാൽ പരാതിയിലോ അത് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ അതിലെ ഇരട്ടത്താപ്പ്, അതിലെ ഗൂഢാലോചന എന്നുള്ളതാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു യുവാവിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ സൈബർ ആക്രമണത്തിന് പിന്നിലെ എല്ലാ വശങ്ങളും പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ദീപകിന്റെ മരണം കേരളത്തിൽ നൽകുന്നത് വലിയൊരു പാഠം കൂടിയാണ്. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും വന്ന് ഒരാളെ കുറ്റക്കാരനാക്കി ഒരു വീഡിയോ ഇട്ടാൽ ഉടനെ അത് വിശ്വസിച്ച് ആ വ്യക്തിയെ വേട്ടയാടാൻ ഇറങ്ങുന്നവർ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഒരു ഷെയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കമന്റ് ഒരാളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയേക്കാം എന്നുള്ളത്. ദീപകിന്റെ കാര്യത്തിൽ സംഭവിച്ചതും അത് തന്നെയാണ്. യാതൊരു കുറ്റവും ചെയ്യാത്ത ഒരു യുവാവിനെ സമൂഹത്തിന് മുന്നിൽ കുറ്റവാളിയെ മുദ്ര കുത്തുകയും ഷിംജിത മുസ്തഫ എന്ന സ്ത്രീ ചെയ്തത് അങ്ങേയറ്റം നീചമായ പ്രവൃത്തി കൂടിയാണ്. തന്റെ രാഷ്ട്രീയവും സാമൂഹികമായ സ്വാധീനം ഉപയോഗിച്ച് നിയമത്തെ കബളിപ്പിക്കാൻ നോക്കിയ ഇവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുക തന്നെ വേണമെന്നാണ് ഓരോരുത്തരും പറഞ്ഞു വെക്കുന്നത്. നിയമത്തിന് മുന്നിൽ സത്യം തെളിയട്ടെ എന്നാണ് ഇതിൽ പറയാനുള്ളത്. മറ്റൊരു ദീപക് കൂടി ഇനി ഉണ്ടാവുകയും ചെയ്യരുത്. സൈബർ ലോകത്തെ ഈ ക്രൂരതയ്ക്ക് അറുതി വരുത്താൻ നിയമ സംവിധാനം കർശനമായി തന്നെ ഇടപെടേണ്ടതുണ്ട്. ഇവിടെ
ഷിംജിതയ്ക്ക് വേണ്ടി വാദിക്കാൻ പലരും വന്നിട്ടുണ്ടാകാം. പക്ഷെ ഓർക്കുക, CCTV ദൃശ്യങ്ങൾ കള്ളം പറയില്ല. ബസ് ജീവനക്കാരുടെ മൊഴി കള്ളമാവുകയുമില്ല. ആ പാവം മനുഷ്യൻ ആത്മഹത്യ ചെയ്തതൊരു കള്ളമല്ല. നമുക്ക് കാത്തിരിക്കാം കോടതിയുടെ വിധി എന്തായിരിക്കും എന്നുള്ളതും. സത്യം വിജയിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. ഇവിടെ അപ്പോഴും പറയേണ്ടത്, തെറ്റ് ചെയ്തവർ ആരായിരുന്നാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിൽ യാതൊരു മാറ്റവുമില്ല. നിയമ സംവിധാനം അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയും വേണം. ഇവിടെ വേട്ടക്കാരന്മാരാരും രക്ഷപ്പെടുകയും ചെയ്യരുത്, ഇരകളാരും ശിക്ഷിക്കപ്പെടുകയും ചെയ്യരുത്. അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകണം. ഷിംജിത തെറ്റുകാരിയാണെങ്കിൽ ഷിംജിത അനുഭവിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ ഇതേ തരത്തിൽ ബസ്സിൽ വേട്ടയാടപ്പെടുന്ന നിരവധി സ്ത്രീകൾ ഉണ്ടാകുന്നുണ്ട്, വേട്ടക്കാരായ നിരവധി പുരുഷന്മാരും ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള പെർവർട്ടുകളെല്ലാം തന്നെ ഉറപ്പായും അകത്ത് കിടക്കേണ്ടവർ തന്നെയാണ്.